ചെറുപ്പത്തില് അന്നൊക്കെ ഗൾഫ് എന്ന് പറഞ്ഞ ഉണ്ടാകണുള്ള കാലത്താണ് ഗൾഫ് ഉണ്ടാകുന്ന കാലത്ത് അങ്ങനെ എന്റെ അളിയൻ ഗൾഫിലേക്ക് പോവുക. നമ്മളെ ചെറുപ്പത്തിലാണ് അളിയന്റെ ഗൾഫ് പോക്ക്. കൊറേ കഴിഞ്ഞപ്പോ ഒരു ദിവസം അതേമാതിരി ഇങ്ങനെ നമ്മളിങ്ങനെ കുത്തന്ന് ആലോചിച്ചപ്പോ ഒരു കത്ത് അളിയൻ വരികയാണ്. അളിയൻ ഗൾഫിൽ നിന്ന് വരികയാണ്. നിങ്ങൾക്ക് എന്താ സാധനം വേണ്ടത്? അപ്പൊ അവിടെ ഉള്ളത് എന്താ വെച്ചാ അന്നൊക്കെ ഇപ്പൊ നമ്മൾ ഇങ്ങനെ കേൾവി എന്ന് പറഞ്ഞാൽ നിലത്തു കൂടെ നടന്നാലും മണലിൽ ഇങ്ങനെ അറബി പൊന്നിങ്ങനെ ഭാര്യ കൂട്ടുക എന്നുള്ളതൊക്കെ നമ്മൾ അന്ന് കേട്ടത് അങ്ങനെയാണല്ലോ. നടന്നാലും കിട്ടും പൊന്ന് എന്നുള്ളതാണ്. അങ്ങനെ അളിയ ഉള്ളത് കൊണ്ട് കൊണ്ടുവരേണ്ടി ഇറങ്ങി. അങ്ങനെ അന്ന് രാത്രി തന്നെ അളിയൻ വന്നത് ഉറക്കത്ത് കാണുക. അളിയൻ ഇത് സാധനം കെട്ടിക്കൊണ്ടിരുന്നത് ഉറക്കത്ത് കാണാം. അപ്പൊ നമ്മൾ അന്ന് പെരും കൂടിയൊന്നും ഇല്ലാത്ത ആളുകളാണല്ലോ. പെരും കൂടിയാണ് ചെറിയ ചെറ്റ പെരേനെ ഒരു റൂമൊക്കെ ഉണ്ടാവുള്ളൂ. ഒരു റൂമിലൊക്കെയാണ് ഈ കാര്യം ചിലപ്പോ അടുക്കളയിലൊക്കെ കെടുക്കുക. അപ്പൊ ഞാൻ കെടുന്നിരുന്ന ഒരാള് അടുക്കളയിലാണ്. ഒരു ചെറിയ മൂച്ചി ബെഞ്ചിമലാ കെടുന്നിരുന്നത് അടുക്കളയിൽ. അങ്ങനെ പാതിരാവുമ്പോ അളിയൻ വന്നത് ഉറക്കത്ത് കണ്ടു. ഒരുപാട് സാധനം ഇങ്ങനെ എല്ലാം തന്ന് പിടിച്ച് ഇതെല്ലാം ഒരു കെട്ടാക്കിയിട്ട് ഞാന് തലയിൽ വെച്ചിട്ട് പോരാണ്. പൊന്നാര ഭാവി നിക്കേ തലയിൽ വെച്ചിട്ട് പോരല്ലേ. ഇത് കട്ടുമലാണ്, ഔത്താണ്, ഇത് സ്വപ്നാണെന്നൊന്നും ഞമ്മക്ക് അറിയണില്ലല്ലോ. പെട്ടെന്ന് ഇടിഞ്ഞു പൊളിഞ്ഞ് വീണത് കൊടുക്കാറ് ഈ ചട്ടിയും പാത്രമുള്ള കുടുക്കിയും പാത്രം വെച്ച ആ പാതിമക്ക വീണത്. അപ്പോഴാണ് ഇത് ഉറക്കത്ത് കണ്ടതാണ് അളിയൻ വന്നതല്ലാന്ന് മനസ്സിലായി. എന്നോട് പറയാണെച്ചാ പെരിക്കാരെല്ലാരും കൂടി വണ്ടി വന്ന് കള്ളം മാറിയെന്ന് ഒരു വക. ആരതാ വീണെടുക്ക നമ്മളെ കുഞ്ഞാതെ വീണെടുക്കണ് വേറൊരു വക. അപ്പൊ എവിടെ വീണെടുക്കണത്? അടുക്കളയിൽ ചട്ടിയും പാത്രമുള്ള ദീപക്കൊക്കെ പാത്രം കൊണ്ടുവന്ന സാധനം തലയിൽ വെച്ച് നടക്കണതാണ് ഉറക്കത്ത് കാണുന്നത്. അങ്ങനെ ഒരു ഉറക്കത്ത് കാണല് കണ്ടിട്ട് എനിക്ക് പരിക്കൊക്കെ പറ്റീന്. അളിയാൻ